ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഗായിക ചിത്രയെ ബി.ജെ.പി. പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാതൃഭൂമിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെയും ബി.ജെ.പി. കളത്തിലിറക്കുമെന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. സംഘപരിവാർ വോട്ടുകൾക്കപ്പുറം വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് ശ്രമം. എന്നാൽ മത്സരിക്കാനൊന്നും ചിത്ര ഉണ്ടാകില്ല എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. അവർ സംഗീതരംഗത്ത് സജീവമായി തന്നെ തുടരും. തൃശ്ശൂരിൽ നടൻ സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം. രാജ്യസഭാംഗം കൂടിയായ ഒളിമ്പ്യൻ പി.ടി. ഉഷയെയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി. ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂളിയാൽ കോഴിക്കോട്ടാകും അവർ മത്സരിക്കുക. ജില്ലയുടെ പ്രഭാരി ചുമതലയുള്ള ശോഭാ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരുന്നത്. ഉഷ സ്ഥാനാർത്ഥിയായി എത്തിയാൽ പാർട്ടിക്കപ്പുറത്തു നിന്ന് വോട്ട് ആകർഷിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ. ഉഷയില്ലെങ്കിൽ പരിഗണിക്കുന്നവരിൽ പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ടെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. പി.ടി. ഉഷയുടെ പേര് നേരത്തെ തന്നെ ചർച്ചകളിലുമുണ്ട്. ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ്റെ യാത്ര നാളെ തുടങ്ങും. ഫെബ്രുവരി 12-ന് തിരുവനന്തപുരത്തെ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും. ഇതോടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരും. സ്ഥാനാർത്ഥിയും അമിത്ഷായ്ക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന. നടനായ കൃഷ്ണകുമാറിനെയാണ് പ്രധാനമായും ബി.ജെ.പി. ഇപ്പോഴും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. ഇതിനിടെയാണ് ചിത്രയുമായി ബന്ധപ്പെട്ട ചർച്ചയും ഉയരുന്നത്. എന്നാൽ ഇതിന് ഒരു സാധ്യതയുമില്ല എന്നാണ് ചിത്രയുമായി അടുപ്പമുള്ളവർ തന്നെ നൽകുന്ന സൂചന. പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദൻ്റെ പേരും ആലോചിക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ, പി.സി. ജോർജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ഗായിക കെ.എസ്. ചിത്ര സന്നദ്ധയായാൽ തിരുവനന്തപുരത്ത് പരിഗണിക്കാമെന്ന ആഗ്രഹം ചില നേതാക്കൾക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അയോധ്യയിലെ രാമനാമവുമായി ബന്ധപ്പെട്ട വലിയ സൈബർ ആക്രമണം ചിത്രയ്ക്കുമേൽ സൈബർ സഖാക്കൾ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചിത്രയുടെ പേരും ചർച്ചകളിൽ നിറയുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ചിത്ര ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. പത്മ പുരസ്കാരം നേടിയവരുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നതായാണ് വിവരം. ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഭയ്ക്കും കൂടി സ്വീകാര്യരായവരെ കണ്ടെത്താനാണ് ശ്രമം. ആലപ്പുഴ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി പകരം വയനാട് ഏറ്റെടുക്കാനാണ് ധാരണ. അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ എ.പി. അബ്ദുള്ളക്കുട്ടി, അനിൽ ആൻ്റണി എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിച്ചേക്കും. എന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ തുഷാറിന് താൽപ്പര്യമില്ല. ദേശീയ നേതൃത്വം നടത്തിയ സർവേയിൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. മോദി തരംഗത്തിൽ 30% വോട്ടാണ് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. അയോധ്യ വിഷയത്തിൽ കേരളത്തിൽ നേരത്തെയുണ്ടായിരുന്ന എതിർപ്പ് ശ്രീരാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇല്ലാതായെന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. എന്നാൽ 30% വോട്ടെന്നത് ബാലികേറ മലയാണെന്ന് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ അറിയാം. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് ലക്ഷ്യമിടുന്നത്.